റബ്ബിനെ പറ്റി ഒരിക്കലൊരു മോശം വിചാരിക്കാന്നുള്ളത് റബ്ബിന്റെ അടിമയ്ക്ക് പാടില്ലാത്തതാണ്. പല സന്ദർഭങ്ങളിലും പല സാഹചര്യങ്ങളിലും പലപ്പോഴും നമ്മൾ റബ്ബിനെ പറ്റി മോശം കരുതുക എന്നുള്ളത് അത് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന വലിയ പോരായ്മയാണ്. ആരെ പറ്റി നമ്മൾ മോശം കരുതിയാലും റബ്ബിനെ പറ്റി മോശം കരുതാൻ അത്രയും മികവുള്ളവനാണ് അവൻ. നമ്മൾക്ക് ഏറ്റവും എല്ലാം നൽകിയവനും എല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഖൈർ ആഗ്രഹിക്കുന്നവനും നമ്മുടെ ഏറ്റവും അധികം റഹ്മത്തുള്ളവനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നമ്മൾക്ക് എങ്ങനെയാണ് ഒരു മോശം കരുതാൻ സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ പറയുന്നത് അന ഇൻദ ദുന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ പറ്റി എങ്ങനെയാണോ കരുതുന്നത് ഞാൻ അങ്ങനെയായിരിക്കും. ഫല്യദുൻ നബി മാഷാ, അതുകൊണ്ട് അവൻ എന്നെ പറ്റി എങ്ങനെ വേണമെങ്കിൽ കരുതിക്കൊള്ളട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അല്ലാഹുവിനെ സംബന്ധിച്ച് വളരെ മോശമായിട്ടുള്ള ചിന്തകൾ കരുതുക എന്നുള്ളത് വളരെ ശക്തമായ പരിണിത ഫലം, മോശം പരിണിത ഫലങ്ങൾ ഉണ്ടാക്കാവുന്ന വലിയൊരു അബദ്ധം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഒരിക്കലും ഒരു സന്ദർഭത്തിലും മോശം കരുതുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അല്ലെ മൂസ അലൈഹിസ്സലാം ബനു ഇസ്രായേലുകാരെയും കൊണ്ട് ഇങ്ങനെ രാത്രിക്ക് രാത്രി നാട് വിടുമ്പോൾ ഫിർഔനും കൂട്ടരും വിവരം അറിഞ്ഞ് പിന്നാലെ പിന്തുടരാൻ. അങ്ങനെ അവസാനം കടലിനടുക്കലേക്ക് എത്തി വഴി എങ്ങോട്ടും തിരിയാൻ പറ്റാതായി. മുമ്പിൽ കടലും പുറകിൽ ഫിർഔൻ സൈന്യം. അപ്പോ കൂടെ ഉണ്ടായിരുന്ന ബനു ഇസ്രായേൽ പറഞ്ഞത് നമ്മളിതാ പിടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ മൂസ അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? കല്ല, ഒരിക്കലുമില്ല. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. ആ ഹുസ്നുൽ ദന്ന് നമുക്ക് നമ്മുടെ റബ്ബിനോട് ഏത് സന്ദർഭത്തിലുണ്ടാവണം. ഇസ്മായിൽ അലൈഹിസ്സലാമയുടെ ഉമ്മ ഇസ്മായിൽ അലൈഹിസ്സലാമയെ പ്രസവിച്ച് ആ ചെറിയ കുട്ടി പാൽ കുടിക്കുന്ന പ്രായത്തിലുള്ള ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമയോട് എന്ത് ചെയ്യാണ്? കൽപ്പിക്കുകയാണ്. ഈ ഉമ്മയെയും കുട്ടിയെയും വിജനമായ സ്ഥലത്ത് മക്കയിൽ, അന്ന് ആ മക്ക വളരെ വിജനമാണ്, ആൾപ്പാർപ്പില്ല, ചെടികളൊന്നുമില്ല, വെള്ളമൊന്നുമില്ല. അങ്ങനത്തെ സ്ഥലത്ത് ഇവർ രണ്ടുപേരും കൊണ്ടു ചെന്നാക്കണം. അള്ളാഹുവിന്റെ കൽപ്പന വന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം അത് അങ്ങനെ തന്നെ എന്ത് ചെയ്തു? നിർവഹിച്ചു. അവിടെ ചെന്ന് ഒറ്റയ്ക്ക് കൊണ്ടു ചെന്നാക്കിയിട്ട് ഒന്നും മിണ്ടാതെ തിരിച്ചു നടക്കുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പൊ തിരിച്ച് പുറകിൽ നിന്ന് ആര് വിളിക്കുന്നുണ്ട്? ഇസ്മായിൽ അലൈഹിസ്സലാം ഉമ്മ വിളിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? കുറെ വട്ടം വിളിച്ചിട്ടും ഉത്തരവൊന്നും തിരിച്ചൊന്നും കിട്ടാതാവുമ്പോൾ അവർ ചോദിക്കുന്നത് എന്താണെന്നറിയോ? അല്ലാഹു അമറക ബിഹാദ, നിങ്ങളോട് ഇങ്ങനെ കൽപ്പിച്ചത് അല്ലാഹു ആണെന്ന് ചോദിക്കും. നിങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചത് അല്ലാഹു ആണെന്നൊരു ചോദ്യം ചോദിക്കും. ഇബ്രാഹിം അലൈഹിസ്സലാം പറയും ഞാൻ അതെ, അത് മാത്രമേ പറയുള്ളൂ. അപ്പോ ഇസ്മായിൽ അലൈഹിസ്സലാം ഉമ്മ എന്താ പറയാന്നറിയോ? ഇദൻ ലാ യുദയ്യുന അല്ലാഹ്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യില്ല, പോയിക്കോളൂ. അള്ളാഹു കൽപ്പിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തതെങ്കിൽ അള്ളാഹു ഞങ്ങൾ എന്ത് ചെയ്യില്ല, പാഴാക്കി കളയുകയില്ല എന്നെന്ത് ചെയ്യാണ് ഇസ്മായിൽ അലൈഹിസ്സലാം ഉമ്മ പറയും. ആ വാക്ക് ചെറിയൊരു വാക്കാണ്. അള്ളാഹു കൽപ്പിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോളൂ, അവിടെ ആരുമില്ല. ഭൗതികപരമായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. പ്രദേശത്ത് ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ വെള്ളം കിട്ടാൻ എന്തെങ്കിലും കിണറുകളോ ഒന്നുമില്ല, അവിടെ ചെടികളോ ഒന്നും, വളരെ മരുപ്രദേശമാണ്, ചൂട് പിടിച്ചൊരു പ്രദേശമാണ്. അങ്ങനെ ഒരു പ്രദേശത്ത് ഒറ്റയ്ക്കായി കൂടെ സഹായിക്കാൻ ആരുമില്ല. അങ്ങോട്ട് സഹായം കിട്ടാൻ അത്യാവശ്യക്കാരനായ ചെറിയൊരു കുട്ടി മാത്രമാണ് കയ്യിലുള്ളത്. എന്നിട്ടും ആ സ്ത്രീ പറയുന്നത് അള്ളാഹ് കൽപ്പിച്ചാണെങ്കിൽ കുഴപ്പമില്ല, അള്ളാഹു എന്ത് ചെയ്യില്ല, പാഴാക്കി കളയൂല ഞങ്ങൾ എന്നാണ് എന്ത് ചെയ്യുന്നത് ഇസ്മായിൽ അലൈഹിസ്സലാം ഉമ്മ പറയുന്നത്. അതിലൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്.